SP അരുളലാണ്. VS വിടവാങ്ങി മണിക്കൂറുകൾ പിന്നിടുകയാണ്. AKG സെന്റർ ഈ അർദ്ധരാത്രി 10 മണിയോട് അടുക്കുമ്പോഴും ജനസാഗരമാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി 15 വർഷം VSനോടൊപ്പം നിഴലായി സഞ്ചരിച്ച സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം VSനെ കുറിച്ചുള്ള തന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കാലഘട്ടം തൊട്ട് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. അപ്പോൾ സുരേഷ് ചേരുകയാണ്. നമസ്കാരം. അപ്പോൾ ഏറെക്കാലം VSന്റെ നിഴലായി സഞ്ചരിച്ച ഒരാളാണ്. എന്താണ് ഈ സന്ദർഭത്തിൽ VSനെ കുറിച്ച് ഓർത്തെടുക്കാനുള്ളത്? VSന് കൂടെ ഞാൻ 2001 പ്രതിപക്ഷ നേതാവുന്ന സമയത്താണ് VSന്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് എന്താണ് എന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കിയത് 2001 VSന്റെ കാലഘട്ടത്തിലാണ്. ഒരു വിഷയം പാവങ്ങളുടെ ആയാലും മറ്റ് പട്ടിണിക്കാരുടെ ആയാലും സ്ത്രീപക്ഷ വിഷയങ്ങളായാലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ അവിടെ പോയി പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് സഭയിൽ അവതരിപ്പിക്കുന്ന രീതി അവലംബിച്ചത് ആദ്യമായിട്ട് VS ആയിരുന്നു. ആ സമയത്താണ് ഞാൻ VSന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് യാത്രകൾ, അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 5 കൊല്ലം, പിന്നീടുള്ള പ്രതിപക്ഷ നേതാവ് സമയത്ത് അങ്ങനെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു കൂടെ സഞ്ചരിക്കാനും അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങളിൽ മനസ്സിലാക്കാനും അദ്ദേഹം ഇടപെടുന്ന നന്മയുടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ അശരണയുടെ രാഷ്ട്രീയത്തിലും ഒക്കെ കൂടെ നിൽക്കാനും കഴിഞ്ഞു എന്നതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ VS എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പിന്നിൽ സുരേഷ് എന്നൊരു അടയാളപ്പെടുത്തലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം വിടവാങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്ത് തരം ഒരു നഷ്ടമാണ് അനുഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആശുപത്രിയിൽ ഒരു മാസം ഉണ്ടായിരുന്നു. ഇവിടെ SUT ആശുപത്രി അഡ്മിറ്റ് ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ അന്ന് മുതൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും VS തിരിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ മാത്രമല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് VSനെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രതീക്ഷ അതായിരുന്നു. കാരണം VS ഒരു പോരാളിയാണ്. നിങ്ങൾക്കറിയാം, VS പോലീസിൽ മർദ്ദനമേറ്റ് മരിച്ചെന്ന് കരുതി പോലീസുകാരെ ചാക്കിൽ കെട്ടി കളയാൻ കൊണ്ടുപോകുന്ന സമയത്ത് ജീപ്പിലുണ്ടായിരുന്ന ഒരു കള്ളനാണ് ചാക്കിൽ അനക്കം കണ്ട് VSന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോരാളിയായി VS തിരിച്ചു വരും എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിച്ചത്. ഞാനും അതുപോലെ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പക്ഷേ ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. കേരളത്തിൻ്റെ കാവൽ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ രക്ഷകർത്തൃത്വം നഷ്ടപ്പെട്ടു VSന്റെ അഭാവത്തിലൂടെ എന്നാണ് പറയാനുള്ളത്. VSന്റെ നഷ്ടം കേരളത്തിന് നികത്താനാവില്ല. വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിരുന്നു. അവർ മരിച്ചതിനേക്കാളും കൂടുതൽ വേദന ഞാൻ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടാവുന്ന സമയം തൊട്ട് ഇവിടെ ഉണ്ടോ? ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ആശുപത്രിയിൽ എല്ലാ ദിവസവും ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. VS അഡ്മിറ്റ് ചെയ്ത ദിവസം മുതൽ ഞാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. VS മരിക്കുന്ന സമയത്ത് ഞാൻ ആശുപത്രിയിൽ താഴെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ VSന്റെ കൂടെ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ രാത്രിയും നാളെ മൊത്തം എല്ലാത്തിനും തീർച്ചയായും. അപ്പോൾ ഇതാണ് സുരേഷിന് പറയാനുള്ളത്. നിഴലുപോലെ സഞ്ചരിച്ച മനുഷ്യന് പറയാനുള്ളത് ഈ നാടിന്റെ കാവൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതായിരുന്നു സഖാവ് ഓരോ മനുഷ്യനും. ഇതോടൊപ്പം തന്നെ നമ്മുടെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള IP ബിനു നമ്മളൊപ്പം ചേരുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? എങ്ങനെയാണ് VSനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത്? എനിക്കേറെ ചെറുപ്പം മുതലേ അറിയാവുന്ന കൊച്ചിലെ മുതൽ അറിയാവുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. കാര്യത്തിൽ AKSന്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ കണ്ട് ആരാധിക്കുന്ന, സ്നേഹിച്ചു പോയ നേതാക്കന്മാരിൽ ഒരാളാണ് VS. സാറിൻ്റെ VSന്റെ വിയോഗം വളരെയധികം വിഷമം ഉളവാക്കുന്നതാണ്. വ്യക്തിപരമായിട്ട് VSുമായിട്ട് ഒരുപാട് അടുത്തിടപഴകി പ്രവർത്തിച്ചിട്ടുണ്ട്. കാര്യം തലസ്ഥാനത്തുണ്ടായിരുന്ന VS ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് IP വളരെ സജീവമാണ്. പാർട്ടി ആയിരുന്നാലും DYFI ആയിരുന്നാലും യുവജന സംഘടനകളിലെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. ആ നിലയ്ക്ക് VSുമായിട്ട് എങ്ങനെയായിരുന്നു ആ ബന്ധം ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് തന്നെ നോക്കുമ്പോൾ? എൻ്റെ ഓർമ്മയിൽ 2001 തോന്നുന്നു VS നമ്മുടെ SFI സമരപ്പന്തലിൽ നേരിട്ട് വന്ന് സമരത്തിൽ തന്നെ പങ്കാളിയാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ പഴയകാലം 94-95 കാലഘട്ടത്തിൽ ആ കാലഘട്ടം മുതലേ സാറിന് എനിക്ക് നല്ലവണ്ണം അറിയാവുന്ന സാറാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലെല്ലാം തന്നെ മൃഗീയമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും നമുക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ നേരിട്ട് വന്ന് ഇടപെടുന്ന ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. വ്യക്തിപരമായി നോക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ ഒരു വ്യക്തിയുടെ വിടവാങ്ങൽ എത്രത്തോളം നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്? നിർത്താൻ പറ്റാത്തതിന് നഷ്ടമാണ് അവൻ്റെ വിടവാങ്ങൽ. അപ്പോൾ ഇതൊക്കെയാണ് AKG സെന്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം അടുത്തു നിന്ന് പെരുമാറിയിട്ടുള്ളവർക്കെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നത്. നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. ഒരു നാടിനെ സംബന്ധിക്കുന്നിടത്തോളം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അത്രമാത്രം കാവലാളായിട്ടുള്ള ഒരു മനുഷ്യൻ
സമൂഹത്തിന് നിന്ന് വിടവാങ്ങി പോകുമ്പോൾ അത് നികത്താനാകാത്ത ശൂന്യത തന്നെയാണെന്ന് പലരും പറയുന്നു. ഇതുപോലുള്ള പല അഭിപ്രായങ്ങളും നമുക്കിവിടെ നിന്ന് VS-യുമായി അടുത്ത് പ്രവർത്തിച്ചവരുടെ എല്ലാം കാണാൻ കഴിയും. എന്തായാലും ഇപ്പോൾ AKG സെന്റർ മുഴുവൻ ജനസാഗരമാണ്. രാത്രി 10 മണി അടുക്കുമ്പോൾ പോലും ആ കാര്യത്തിൽ ഒരു വീഴ്ചയും വരാതെ, അല്ലെങ്കിൽ അണമുറിയാത്ത പ്രവാഹം പോലെ ജനങ്ങൾ ഇങ്ങനെ വന്നു കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള ദൃശ്യം. നിങ്ങൾക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. AK സെന്ററിന്റെ താഴത്തെ ഭാഗത്തുള്ളവരാണ്. ഇതിനോടൊപ്പം മുകളിലാണ് ഇതിനെ സംബന്ധിച്ച് ഈ AK സെന്ററിന്റെ പഴയ AK സെന്ററിന്റെ അകത്താണ് ഇപ്പോൾ നടക്കുന്നത്. നീണ്ട ക്യൂ തന്നെ പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ AKG സെന്ററിൽ ഈ അർദ്ധരാത്രിയും കാണാൻ കഴിയുന്ന കാഴ്ച. VS-നെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ അണമുറിയാതെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. ഓക്കെ.